നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2024 റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം റാപ്പിഡ് മത്സരങ്ങളാണ് നടക്കുന്നത്. 15 മിനിറ്റും 10 സെക്കൻഡ് ഇൻക്രിമെന്റുമാണ് ടൈം കൺട്രോൾ. ഫിഡെ റേറ്റിംഗിൽ 2550 റേറ്റിംഗ് നേടിയിട്ടുള്ള പ്ലേയേഴ്സിനാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഈ റേറ്റിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാം. അങ്ങനെയുള്ള 180 പ്ലേയേഴ്സിനാണ് ഈ ടൂർണമെന്റിൽ അവസരം കിട്ടിയിട്ടുള്ളത്. ഓരോ റൗണ്ടിലും 90 ഗെയിമുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള 13 റൗണ്ടുകളാണ് ടൂർണമെന്റിൽ ആകെയുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആളിന് റാപ്പിഡിലെ പുതിയ ലോക ചാമ്പ്യനാകാം. അത് കഴിഞ്ഞാൽ ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പാണ്. ബ്ലിറ്റ്സിലും 13 റൗണ്ടുകളാണുള്ളത്. ടോപ്പിൽ വരുന്ന 8 പ്ലേയേഴ്സിനായിട്ട് നോക്കൌട്ട് മത്സരങ്ങൾ നടത്തിയാണ് ബ്ലിറ്റ്സിലെ പുതിയ ലോക ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഓരോ ഗെയിമായിട്ട് വേഗം നോക്കാം. ഒന്നാം റൗണ്ടിൽ വിയറ്റ്നാം ഗ്രാൻഡ് മാസ്റ്റർ ടുവാൻ മിൻ ലീയും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ യു യാങ്കിയും തമ്മിലായിരുന്നു മത്സരം. വൈറ്റ് D4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ഇതോടെ ഗെയിം ക്വീൻസ് ഗാംബിറ്റിന്റെ ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D5 സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് വേഗം ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A4 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ കൂടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C2 കൊണ്ടുവന്ന് H7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോണ് വെച്ച് പോണോട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് ഇവിടെ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടാണ്. ബിഷപ്പിനെ D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പിനെ H2 സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് അടുത്ത ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പ് G4 വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്കും പോളുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം വളരെ മികച്ചൊരു അറ്റാക്കിന് പ്ലാൻ ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വൈറ്റിന് മനസ്സിലാകുന്നില്ല. വൈറ്റ് ഇവിടെ നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A3 മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിലും പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോവാം. എന്നാൽ ഈ ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം ക്വീനെ C8 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിന്റെ പ്ലാൻ വൈറ്റിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. വൈറ്റ് റൂക്കിനെ ഓപ്പൺ ഫൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്ക് അറ്റാക്ക് ആരംഭിക്കുകയാണ്. ആദ്യം ബിഷപ്പ് വെച്ച് H3 പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് ക്വീൻ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ H2 സ്കോറിലേക്ക് ബ്ലാക്കിനെ ബിഷപ്പ് വെച്ചും കൺട്രോളുള്ളതുകൊണ്ട് ഈ നൈറ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആ നൈറ്റിനോട് സപ്പോർട്ട് എടുക്കുകയാണ്. ക്വീനെ D1 കൊണ്ടുവന്ന് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ നൈറ്റിനെ ഇപ്പോഴും H2 കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അറ്റാക്കിന് പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് അടുത്ത പീസിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ G4 കൊണ്ടുവന്ന് H2 സ്കോറിലേക്കും F2 സ്കോറിലേക്കും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ആ F2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E4 കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ബിഷപ്പിനെ H2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് വീണ്ടും ചെക്ക് വരും എന്നുള്ളതുണ്ടാവും. ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ടുന്നില്ല. പകരം കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുകയാണ്. ആദ്യം ബിഷപ്പിനെ G3 മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് F2 പോണിട്ട് ചെക്ക് കൊടുത്തോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിന് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് കിങ് വെച്ച് ഇട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഈ ചെക്കിൽ നിന്ന് മാറാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വരും. ഇനി കിങ് എങ്ങോട്ട് മാറിയാലും അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. ഇപ്പോൾ H1 മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ F1 മാറുന്നതെങ്കിലും ക്വീൻ വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ടൂർണമെന്റിൽ ഒരുപാട് മികച്ച ഗെയിമുകൾ ഉണ്ടായിട്ടും
ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ ഭാഗത്തു നിന്നും ഇത്രയും മോശം മൂവുകൾ സംഭവിച്ച ഒരു ഗെയിം ആയതുകൊണ്ടാണ് ഈ ഗെയിം തന്നെ ആദ്യം കാണിക്കാൻ കരുതിയത്. നമുക്കിനി മറ്റു ഗെയിമുകൾ നോക്കാം.